ഫോറിൻ MBBS ഇപ്പോൾ ഒരു ട്രെൻഡാണല്ലേ. ഈ ട്രെൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കുട്ടികളും ഇപ്പോൾ +2 കഴിഞ്ഞതാവട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സ് കഴിഞ്ഞിട്ട് പല കൺട്രീസിലേക്ക് പോകും. ചൈന, റഷ്യ, കസാഖിസ്ഥാൻ അങ്ങനത്തെ ചെറിയ യൂറോപ്പിലെ കുറച്ച് കൺട്രീസിലേക്ക് പോകും. സത്യത്തിൽ ഇതിൻ്റെ സത്യാവസ്ഥ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോറിൻ MBBSലേക്ക് പോകുമ്പോൾ അതിൻ്റെ കോസ്റ്റ് വരുന്നത് ഏകദേശം ഏറ്റവും കുറഞ്ഞത് ഒരു 15 to 20 lakhs ആണ്. ദാറ്റ് റേഞ്ച് ടു 30 to 50 lakhs വരെ വരും. അപ്പോൾ ഇത് ഈ 15 lakh 20 lakh അല്ലെങ്കിൽ ഈ 25 lakhs ഒക്കെ വരുന്നത് ചെറിയ കൺട്രീസിൻ്റെ ഇന്ത്യൻ്റെ അത്രയൊന്നും പാരമ്പര്യമില്ലാത്ത കൺട്രീസിൻ്റെ ആ കോളേജിൻ്റെ അവസ്ഥ. കോളേജിനും അത്ര വലിയ പാരമ്പര്യമൊന്നും ഉണ്ടാവില്ല, ചെറിയ തട്ടിക്കൂട്ട് കോളേജസ് ഒക്കെ ആയിരിക്കും. ഇങ്ങനെയുള്ള സ്ഥലത്താണ് ചെറിയ ഫീസിലാണെങ്കിൽ നമുക്ക് പോയിട്ട് MBBS ചെയ്യാൻ പറ്റുക. നല്ല യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ ആ പറയുന്ന പോലെ എന്ത് ചെയ്യും, നല്ല പേയ്മെൻറ്റ് വരും. ഇനി ഇത് നല്ല യൂണിവേഴ്സിറ്റി ആയാലും മോശം യൂണിവേഴ്സിറ്റി ആയാലും ഫോറിൻ MBBS ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിൽ MBBS ആയിട്ട് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു എക്സാം എടുക്കണം. FMG എക്സാം എന്നാ പറയുക. അപ്പോൾ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാലാണ് ഇതിൻ്റെ ശരിക്കും കാര്യം മനസ്സിലാവുക. ഒരു 100-400 കുട്ടികൾ എൻ്റെ നാട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം ഈ പറഞ്ഞ ഈ FMG എക്സാം എഴുതുന്നുണ്ട്. അതിൻ്റെ പാസിംഗ് പെർസെൻറ്റേജ് എന്നൊക്കെ പറഞ്ഞാൽ CA ഫൈനലിനെക്കാട്ടി കുറവാണ്. അത്ര കഷ്ടപ്പാടാണ്. 3, 4, 5, 10 തവണയൊക്കെ എഴുതിയ ആൾക്കാർ വരുന്നുണ്ട് ഈ പറയുന്ന സ്ഥലത്തുണ്ട്. അപ്പോൾ ഇനി ഫോറിൻ MBBSലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കേണ്ടത് 10-30 ലക്ഷം റുപ്യ എന്താ ആവറേജ് നമ്മൾ സ്പെൻഡ് ചെയ്യണം. അത് മാത്രമല്ല ഒരു 5 വർഷം അവിടെ സ്പെൻഡ് ചെയ്യണം. ഇത് MBBS പഠിക്കാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം. ഇനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ FMG എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മിനിമം ഒരു 1 year ഒക്കെ വർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. മിനിമം 1 year. ഈ 1 year കൊണ്ട് പാസ്സായിട്ടുണ്ടെങ്കിൽ ഹൗസ് സർജൻസി 1 year ചെയ്യണം. ഇപ്പോഴത്തെ അവസ്ഥ പ്രകാരം ഹൗസ് സർജൻസി കിട്ടാൻ വേണ്ടിയിട്ട് 1 വർഷം എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഹൗസ് സർജൻസി കിട്ടിയിട്ട് 1 വർഷം. ഇനി ഈ ഹൗസ് സർജൻസി പല കുട്ടികളും പേയ്മെൻറ്റ് അങ്ങോട്ട് കൊടുത്തിട്ട് ചെയ്യുന്നുണ്ട്. കിട്ടാൻ വേണ്ടിയിട്ട് പേയ്മെൻറ്റ് അങ്ങോട്ട് കൊടുക്കും. 10, 15, 20 എത്രയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അത് കഴിഞ്ഞിട്ടാണ് ഇവർക്ക് എന്ത് ചെയ്യുക, ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക. ഇനി ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോഴും നമ്മുടെ ഇന്ത്യയിൽ MBBS കഴിഞ്ഞ ആൾക്കാരുടെ സാലറി തന്നെ കമ്പാരിറ്റീവ്ലി കുറവാണ്. അവർ പഠിക്കുന്ന കഷ്ടപ്പാടെടുക്കുന്നതിനുള്ള കറക്റ്റായിട്ടുള്ളൊരു സാലറി ഒന്നും ഇല്ല. ഒരു 40,000, 50,000 രൂപയാണ് മാക്സിമം ഒരു MBBS കഴിഞ്ഞ ഒരാൾക്കൊരു സാലറി കിട്ടുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും വർഷം MB 8, 9, 10 വർഷം ചിലപ്പോൾ എന്ത് ചെയ്യും, ഇതിന് വേണ്ടിയിട്ട് മെനക്കെടേണ്ടി വരും. 30, 40, 50 ലക്ഷം ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. എന്നിട്ട് ഈ കുട്ടികൾക്ക് കിട്ടുന്നൊരു ഒരു സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40,000, 60,000 ആ ഒരു റേഞ്ചിലാണ്. അത് മാത്രമല്ല ഈ ഫോറിൻ MBBS കഴിഞ്ഞിട്ട് ഒരു ഡോക്ടറായിട്ട് ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ, ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ട്രീറ്റ്മെൻറ്റും എല്ലാവരും പറയാം, അല്ലെങ്കിൽ അവിടുത്തെ കൊളീഗ്സെല്ലാം ഇവർ എന്തായിട്ട് പറയാം, ഫോറിൻ MBBS ആണ്, ഒരു 2ാം തരം MBBS എന്നുള്ള രീതിയിലാണ്. ഇത് കാഷ്വൽ കമൻസ് ആണ്, അതെനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കാഷ്വൽ കമൻസ് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഇങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ സത്യത്തിൽ ഇതാണ് ഈ പറയുന്ന ഫോറിൻ MBBSൻ്റെ അവസ്ഥ. നമ്മുടെ നാട്ടിലെ പല കുട്ടികളും, നന്നായിട്ട് പഠിക്കുന്ന പല കുട്ടികളും ഭയങ്കര സ്വപ്നമായിട്ട് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഫോറിൻ MBBS എന്ന് പറഞ്ഞിട്ട് പോകുന്നത്. പക്ഷേ അതിൽ ഒരുപാട് ചതിക്കുഴികളുണ്ട്. ശരിക്കും മനസ്സിലാക്കണം. നല്ല ഫൈനാൻഷ്യലി ഫിറ്റാണ്, എന്ത് തന്നാലും പ്രശ്നമില്ല, അത്രയും ഫൈനാൻഷ്യലി ബാക്ക്ഗ്രൗണ്ടും ഫിറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് പോവാം. എല്ലാന്നുണ്ടെങ്കിൽ കാരണം ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഇപ്പോൾ ഈ പറയുന്ന ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് മണി ഇൻവെസ്റ്റ്മെൻറ്റ്, അതിൻ്റെ റിട്ടേൺ ഒന്നും ഇതിൽ കിട്ടില്ല. പിന്നെ മിക്കവാറും കുട്ടികൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് എന്ത് ചെയ്യും, ഇതിനെക്കുറിച്ച് ചോദിക്കും. ഇപ്പോൾ എവിടെയെങ്കിലും ഫോറിൻ MBBSൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്താണ്, അപ്പോൾ അവരെപ്പോഴും നല്ലതേ പറയൂ. കാരണം പല കുട്ടികളുടെ അവസ്ഥ എന്താ അറിയോ, അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർ പഠിത്തത്തിനേക്കാൾ കൂടുതൽ അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറ്റമായിട്ട് പറയുന്നതല്ല, ഒരു കുട്ടീനെ അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും കമ്മീഷൻ കിട്ടും. അത് എത്ര കിട്ടുക, 3, 4, 5 ലക്ഷം വരെയാണ് ഒരു കുട്ടീൻ്റെ മുകളിൽ നിന്ന് അവർക്ക് കമ്മീഷൻ കിട്ടുക. ഇതും എനിക്ക് കറക്റ്റ് ഫാക്റ്റല്ല, ഞാൻ കേട്ടറിഞ്ഞതാണ്. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ പല കുട്ടികളും എന്ത് ചെയ്യും, ഇങ്ങോട്ട് വന്നോളൂ, ഇത് നല്ലതാണെന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും പുതിയ കുട്ടികളെ. കാരണം അവരോ പെട്ടു, അവർ തന്നെ ഒരുപാട് എമൗണ്ട് പോയി. അപ്പോൾ എന്ത് ചെയ്യാം, കുറച്ച് എമൗണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്യാമെന്നുള്ള മെൻറ്റാലിറ്റിയിലായിരിക്കാം ഇങ്ങനൊരു കാര്യം. അതേപോലെ തന്നെയാണ് ഈ പറയുന്ന MBBS ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫോറിൻ MBBS ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു കാൽക്കുലേഷൻ എന്താ അറിയോ, ഏറ്റവും നല്ലത് ചെയ്യാണ്ടിരിക്കലാണ്. ഫോറിൻ MBBS ചെയ്യാണ്ടിരിക്കില്ല. ഫോറിൻ MBBS ചെയ്യുന്നുണ്ടെങ്കിൽ നാട്ടിൽ തന്നെ ചെയ്യുക, മെറിറ്റിൽ കയറുക, എന്നിട്ട് പഠിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്താൽ മതി. കാരണം അത്രയാണ് ഇതിൻ്റെ വാല്യൂ എന്നല്ല, അതിൻ്റെ സാലറി കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇനി എങ്ങാനും ആർക്കെങ്കിലും മതിയായ ആഗ്രഹമുണ്ട്, ഫോറിനിൽ തന്നെ പോയിട്ട് MBBS പഠിക്കണം, അല്ലെങ്കിൽ MBBS തന്നെ വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ഒരു സൊല്യൂഷൻ എന്താ വെച്ചാൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കൺട്രിയിൽ പോവുക, ഒന്ന് വിസിറ്റിന് പോവുക, പാരൻസിനൊക്കെ കൂട്ടിയിട്ട് പോവുക, ആ പറയുന്ന കോളേജസൊക്കെ ഒന്ന് കാണുക, അതിൻ്റെ ഫെസിലിറ്റീസൊക്കെ നേരിട്ട് കാണുക, അവിടെ പഠിക്കുന്ന കുട്ടികളെ ഒരാളെയല്ല കുറേ ആൾക്കാരെ കാണുക.
എന്നതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, തീരുമാനം എടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതേപോലെ നമ്മുടെ നാട്ടിൽ പല കുട്ടികളും ലോൺ എടുത്തിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഫോറിൻ MBBS പഠിക്കാൻ പോകുന്നുണ്ട്. ശരിക്കും ആത്മഹത്യാപരമാണ്. 30-40 ലക്ഷം രൂപ ചിലപ്പോൾ വീട് കൊളാട്രലായിട്ട് വെച്ചിട്ടൊക്കെ മോർട്ട്ഗേജ് ഇട്ടായിരിക്കും ലോൺ എടുത്തിട്ട് പോവുക. അവർ പ്രതീക്ഷ എന്താണ്, 5 കൊല്ലം 6 കൊല്ലം കഴിഞ്ഞാൽ വന്ന ഉടനെ എന്ത് ചെയ്യും, ജോലി കിട്ടുക, ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇത് പേ ചെയ്യുക എന്നുള്ളതാണ്. സത്യത്തിൽ ഡിസാസ്റ്റർ സംഭവിക്കുക. അപ്പോൾ ഇത് സത്യത്തിൽ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യാനുണ്ട്, നമ്മുടെ കുട്ടികളെ നമ്മളെ പാരൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനുണ്ട്. MBBS ഇപ്പം നാട്ടിൽ നിന്ന് ചെയ്താൽ തന്നെ നല്ലൊരു പാക്കേജ് അല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവരുടെ കഷ്ടപ്പാടിനനുസരിച്ചുള്ളൊരു പാക്കേജ് ഇല്ല. അവിടെയാണ് അതിനേക്കാൾ തുലവും കമ്പാരിറ്റീവ്ലി ഒരുപാട് എമൗണ്ട് കൂടുതൽ കൊടുത്തിട്ട് MBBS ചെയ്യാനുള്ള ആഗ്രഹമായിട്ട് നടക്കുന്ന ഒരുപാട് കുട്ടികൾ. അപ്പോൾ ആ ഒരു കുട്ടികൾക്ക് ഉള്ള ഒരു ഇൻഫർമേഷൻ എന്ന രീതിയിലാണ്. എനിവേ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് നല്ല നല്ല കോഴ്സുകളുണ്ട്. നമ്മുടെ ഫീൽഡിലേക്ക് വന്നാണെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി, ACCA പോലത്തെ കോമേഴ്സ് ഫീൽഡ്, അതിലൊരു തെറ്റിദ്ധാരണ ഉണ്ട്. എന്ത്, ഈ പറയുന്ന സയൻസ് സ്റ്റുഡൻസിന് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല എന്നുള്ളത്. അത് തെറ്റിദ്ധാരണയാണ്. ഇപ്പം നമുക്കൊരു ഓൾ ഇന്ത്യ 3rd റാങ്ക് വന്നു CA ഫൗണ്ടേഷനിൽ. സയൻസ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിലെടുത്താണ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഓൾ ഇന്ത്യ 3rd റാങ്ക് വന്നു. ഒരു എക്സ്ട്രാ ഓർഡിനറി കുട്ടിയൊന്നും ആയിരുന്നില്ല. സാധാരണ ഒരു ഗവൺമെൻറ് +2 സ്കൂൾ, ഇരിക്കൂർ സ്കൂളിൽ പഠിച്ചു വന്നു, ഫസ്റ്റ് അറ്റംപ്റ്റ് എക്സാം എഴുതി റാങ്ക് കിട്ടി. ഇനി നമ്മുടെ ഇൻ്റർമീഡിയറ്റ് എക്സാമിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇൻ്റർമീഡിയറ്റ് ഇപ്പം ഫൗണ്ടേഷനും ഇൻ്റർമീഡിയറ്റും ഫസ്റ്റ് ചാൻസിൽ പാസ്സായ പല കുട്ടികളുണ്ട്. അതിലൊരു 10ഓളം കുട്ടികൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ CA ഫൗണ്ടേഷനും ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇൻ്റർമീഡിയറ്റും കഴിഞ്ഞ കുട്ടികളാണ്. ഇനി ചാർട്ടേഡ് അക്കൗണ്ടൻസി കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാലും പലരും സയൻസ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളവരാണ്. അപ്പോൾ സയൻസുകാരോട് എനിക്ക് പറയാനുള്ളത്, അവരുടെ ബക്കറ്റിൽ നമ്മുടെ ഒരു ലിസ്റ്റ് ഉണ്ടാവുമല്ലോ, ബക്കറ്റ് ലിസ്റ്റ്, എന്തൊക്കെ കോഴ്സ്, അതിൽ നിങ്ങൾ MBBSഉം എൻജിനീയറിങ്ങും നഴ്സിങ്ങും കാണുന്നതിനെ പോലെ തന്നെ അത്ര ഇമ്പോർട്ടൻസോടുകൂടി തന്നെ നിങ്ങൾക്ക് കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സും കൂടി വെക്കാം. CA, ACCA, CMA, ഇന്ത്യ CMA, അങ്ങനെയുള്ള കാര്യങ്ങൾ കമ്പയർ ചെയ്തോളൂ. നിങ്ങളുടെ ഡ്യൂറേഷൻ, നിങ്ങളുടെ കോസ്റ്റ്, നിങ്ങളുടെ എക്സ്പെക്റ്റഡ് സാലറി, ഈവൻ തോറ്റാലും എന്ത് ചെയ്യും, ജോലി കിട്ടുന്ന ഒരു കോഴ്സാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ കിടക്കുന്നത്. അത് മനസ്സിലാക്കാണ്ടാണ് പലപ്പോഴും പല നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യുന്നത്, ഇതുപോലുള്ള